നമസ്കാരം. കുംഭമേളയിലെ വീഡിയോകളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ പെൺകുട്ടിക്ക് പോലീസ് സംരക്ഷണം നൽകാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. തന്റെ ജീവന് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിനും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SHOയ്ക്കും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ അടിയന്തര ഇടപെടൽ. ഹർജിക്കാരുടെയും സർക്കാർ അഭിഭാഷകന്റെയും വാദങ്ങളിൽ നിന്നും പെൺകുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതായി കോടതി വ്യക്തമാക്കി. കേസ് തീർപ്പാകുന്നതുവരെ പെൺകുട്ടിയുടെ ജീവന് ആവശ്യമായ സംരക്ഷണം നൽകാൻ സെൻട്രൽ SHOയോട് കോടതി നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ച കോടതി കേസ് ജൂലൈ 10 മാറ്റിവെച്ചിരിക്കുകയാണ്. കേരളത്തിലുള്ളതുകൊണ്ടാണ് താൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്നും സ്വന്തം നാടായ മധ്യപ്രദേശിലേക്ക് മടങ്ങിപ്പോയാൽ ദുരഭിമാന കൊലയ്ക്ക് ഇരയാകുമെന്ന് ഭീഷണിയുണ്ടെന്നും പെൺകുട്ടി കോടതിയെ അറിയിച്ചിരുന്നു. കുടുംബത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ച് കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീനൈനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പെൺകുട്ടിയുടെയും മുഹമ്മദ് ഫർമാന്റെയും വിവാഹം. CPMന്റെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത്. തുടർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് പിതാവ് നൽകിയ പരാതിയിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാൻ നിലവിൽ നിയമ നടപടി നേരിടുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മധ്യപ്രദേശ് പോലീസ് ഫർമാനെതിരെ ഭാരതീയ ന്യായ സംഹിത, ബാലവിവാഹ നിരോധന നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നിവ പ്രകാരം കേസെടുത്തിരുന്നു. പെൺകുട്ടിയുടെ പ്രായത്തെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. തനിക്ക് പ്രായപൂർത്തിയായെന്നാണ് പെൺകുട്ടി അവകാശപ്പെടുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാകുന്നുണ്ടെന്ന് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് ഈ മാസം ആദ്യം നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി മധ്യപ്രദേശ് കോടതിയെ സമീപിക്കുന്നതിനായി ഫർമാൻ 1 മാസത്തെ ട്രാൻസിറ്റ് ജാമ്യം കോടതി അനുവദിച്ചിട്ടുമുണ്ട്. എന്നാൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെയും വാദം. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് കമ്മീഷൻ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മധ്യപ്രദേശിലെ മഹേശ്വർ സർക്കാർ ആശുപത്രിയിലെ ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം 2009 ഡിസംബർ 30 പെൺകുട്ടിയുടെ ജനന തീയതി. എന്നാൽ തിരുവനന്തപുരത്ത് പോലീസിന് മുന്നിൽ പെൺകുട്ടി ഹാജരാക്കിയ രേഖകളിൽ 2008 ജനുവരി 1 കാണിച്ചിരിക്കുന്നത്. പെൺകുട്ടി സമർപ്പിച്ച ഈ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചതാണെന്നാണ് കമ്മീഷന്റെ ആരോപണം. കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് ഈ പെൺകുട്ടി പ്രശസ്തിയിലേക്ക് ഉയർന്നത്. കുംഭമേളയിലെ വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയുടെ ഹരമായി മാറിയ ഒരു പെൺകുട്ടിയുടെ പ്രണയവും വിവാഹവും ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെ പോലീസും കോടതിയും തമ്മിലുള്ള വലിയൊരു നിയമ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയാൽ ദുരഭിമാന കൊലയ്ക്ക് ഇരയാകുമെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രായപൂർത്തിയായിട്ടുണ്ടെന്ന പെൺകുട്ടിയുടെ വാദവും ഇല്ലെന്ന് കാണിച്ച ഔദ്യോഗിക രേഖകൾ നിരത്തുന്ന മധ്യപ്രദേശ് സർക്കാരിന്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലപാടുകൾ തമ്മിൽ വലിയ തർക്കമാണ് നിലനിൽക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, ബാലവിവാഹം തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ഭർത്താവ് ഫർമാന് നേരെ ചുമത്തപ്പെട്ടിരിക്കെ ഹൈക്കോടതി അനുവദിച്ച താൽക്കാലിക ആശ്വാസത്തിലാണ് ഈ ദമ്പതികൾ ഇപ്പോൾ. വരും ദിവസങ്ങളിൽ പ്രായം തെളിയിക്കുന്ന രേഖകളുടെ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നതോടെ മാത്രമേ ഈ വിവാദ കേസിൽ അന്തിമ ചിത്രം വ്യക്തമാകൂ.